മലപ്പുറം മഞ്ചേരി നഗരസഭാ കൗൺസിലർ അബ്ദുൾ ജലീൽ വധക്കേസിൽ 4 വർഷത്തിന് ശേഷം നിർണായക വിധി. കേസിലെ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കേസിലെ 3 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മഞ്ചേരി 3-ാം അഡീഷണൽ സെഷൻസ് കോടതി പ്രതികൾക്ക് ജീവപര്യന്തം തടവിന് പുറമെ 1 ലക്ഷം രൂപ വീതം പിഴയും ചുമത്തി. മാർച്ച് 29 രാത്രി 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ ക്രൂരകൃത്യം മഞ്ചേരിയിൽ അരങ്ങേറിയത്. പാലക്കാട് നിന്ന് മടങ്ങുകയായിരുന്ന നഗരസഭാ കൗൺസിലർ അബ്ദുൾ ജലീലും സംഘവും ഇന്നോവ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. യാത്രാമധ്യേ ഇവർ സഞ്ചരിച്ച കാറിന്റെ ഹെഡ്ലൈറ്റ് എതിരെ വന്നവരുടെ കണ്ണിലേക്ക് അടിച്ചെന്നാരോപിച്ച് ബൈക്കിലെത്തിയ പ്രതികൾ കാർ തടയുകയും തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. ബൈക്കിലുണ്ടായിരുന്ന 1-ാം പ്രതി ഷുഹൈബും 3-ാം പ്രതി ഷംസീറുമാണ് ആദ്യം വാക്കുതർക്കത്തിന് തുടക്കമിട്ടത്. തർക്കം രൂക്ഷമായതോടെ പ്രകോപിതനായ 1-ാം പ്രതി ഷുഹൈബ് കയ്യിലിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് കാറിന്റെ പിൻഗ്ലാസ് അടിച്ചു തകർത്തു. ഇത്രയും കൊണ്ട് അവസാനിക്കാതെ പ്രതികൾ തങ്ങളുടെ മറ്റ് കൂട്ടാളികളെ കൂടി സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് 2-ാം പ്രതി അബ്ദുൾ മാജിദും സ്ഥലത്തെത്തി. കാറിന്റെ തകർന്ന ഗ്ലാസ് പരിശോധിക്കാൻ പുറത്തിറങ്ങിയ അബ്ദുൾ ജലീലിനെ പ്രതികൾ യാതൊരു ദയയുമില്ലാതെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ബൈക്കിന് പിന്നിലിരുന്ന 1-ാം പ്രതി ഷുഹൈബ് കയ്യിൽ കരുതിയിരുന്ന കരിങ്കൽ ഉപയോഗിച്ച് അബ്ദുൾ ജലീലിന്റെ തലയ്ക്ക് ശക്തമായി ഇടിക്കുകയും മാരകമായി അടിക്കുകയും ചെയ്തു. തലയോട്ടി പൂർണ്ണമായി തകർന്ന ഗുരുതരാവസ്ഥയിലായ അബ്ദുൾ ജലീലിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാർച്ച് 30 ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരു ജനപ്രതിനിധിക്ക് നേരെ റോഡിൽ വെച്ച് നടന്ന നടുക്കുന്ന ആക്രമണവും കൊലപാതകവും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പൊതുപ്രവർത്തകനായ വ്യക്തി നിസ്സാരമായ തർക്കത്തിന്റെ പേരിൽ ക്രൂരമായി വധിക്കപ്പെട്ടത് പൊതുസമൂഹത്തെയാകെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. സാക്ഷികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കോടതി പ്രതികൾക്ക് അർഹമായ ജീവപര്യന്തം ശിക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത്. 1-ാം പ്രതി നെല്ലിക്കുത്ത് സ്വദേശി ഷുഹൈബ് എന്ന കൊച്ചു, 2-ാം പ്രതി അബ്ദുൾ മാജിദ്, 3-ാം പ്രതി ഷംസീർ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. മഞ്ചേരി 3-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ടി സൂരജാണ് ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തം ശിക്ഷയ്ക്ക് പുറമെ 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. 3 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഭീഷണിപ്പെടുത്തിയതിനും പ്രത്യേക ശിക്ഷ വേറെയും കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ വീതം 3 പ്രതികളും മരിച്ചുപോയ കുടുംബത്തിന് നൽകാൻ ഉത്തരവായി. വിധിയിൽ പൂർണ്ണ തൃപ്തനല്ലെന്നും 1-ാം പ്രതിക്ക് ഇരട്ട ജീവപര്യന്തമെങ്കിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും ജലീലിന്റെ മകൻ സനീൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ 1-ാം പ്രതിക്ക് ഡബിൾ ലൈഫ് സെന്റൻസ് ആണ് വിചാരിച്ചിരുന്നത്. കാരണം അപ്പം ഇനി എങ്ങനെ ആയാലും ഒരു 6 വർഷം കഴിഞ്ഞാൽ ജാമ്യം കിട്ടും. ഇപ്പോൾ ഹൈക്കോടതി കിട്ടിയാൽ സുപ്രീം കോടതി പോയിട്ടാണെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടും. അവർക്ക് ഈ 1-ാം പ്രതിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം പക്ക ക്രിമിനൽ മൈൻഡാണ് ഈ 3 പേർക്കും ഉള്ളത്. അതിലിപ്പോൾ 2-ാം പ്രതിയും 3-ാം പ്രതിയും പിന്നെയും ഈ ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് എതിരായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ 1-ാം പ്രതി ഇതിന് ശേഷവും കുറേ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഫാമിലിക്ക് എതിരായിട്ടും മുഴക്കിയിട്ടുണ്ട്. ഇപ്പോൾ കസിനാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു, മൂപ്പർക്കെതിരായിട്ടും ഇതിന് ശേഷം വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇയാൾ ഇതിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. വിധി പറയാൻ നിശ്ചയിച്ചിരുന്ന കഴിഞ്ഞ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാകാതെ മുങ്ങിയ 1-ാം പ്രതി ഷുഹൈബിനെ പോലീസ് ഞായറാഴ്ചയോടെ സാഹസികമായി വീണ്ടും പിടികൂടിയിരുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.